എന്നാ പിന്നെ നിങ്ങൾ കുറെ കൂക്ക്. ഞാൻ കുറച്ച് നേരം പറഞ്ഞു കേൾക്കൂ. 2014 ഇപ്പൊ നിങ്ങൾ സമീകരിക്കാൻ ശ്രമിക്കുന്നത് 2014 മോദി വന്നാൽ 2014 മോദി വന്നാൽ എന്തുണ്ടാവും ഞങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഉണ്ടായില്ല എന്നാണ്. 2014 മോദി വരുന്നതിന് മുൻപേ 100 വർഷമായിട്ട് RSS ഇവിടെ ഉണ്ട്. RSS പണിയെടുക്കുന്നുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട പല കലാപങ്ങളിലും ഹിന്ദുത്വ നേതാക്കളുടെ പങ്കാളിത്തം ഗാന്ധിയെ വെടിവെച്ച് മുതൽ ഇങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയുന്നതുമാണ്. അതുകൊണ്ട് 2014 അധികാരത്തിൽ വന്നതിന് ശേഷമൊന്നുമല്ല ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുള്ള കലാപങ്ങളുടെ വമ്പൻ കലാപങ്ങൾ കുറയുകയാണ് ചെയ്തത്. വമ്പൻ സ്ഫോടനങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്തത്. ഞാൻ ചോദിക്കുന്നത് RSSന് അല്ലെങ്കിൽ ഹിന്ദുത്വ പാർട്ടികൾക്ക് സംഘങ്ങൾക്ക് കലാപത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നതിന് തെളിവുകൾ ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് മാറാട് കലാപത്തിലെ ഇൻവോൾവ്മെന്റ്? ജമാഅത്തെ ഇസ്ലാമി ബന്ധമുള്ള UDF വന്നാൽ മാറാട് ആവർത്തിക്കപ്പെടുന്നതിന്റെ ലോജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അത് വിശദീകരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം നിങ്ങൾ ഉണ്ടയില്ല വെടിവെക്കുകയാണ്. പറ്റില്ലെന്ന് പറയല്ല. സുഹൃത്തെ, നിങ്ങളെ ചോദ്യം നിർത്തിയിട്ട് എന്റെ മറുപടി ഒന്ന് കേൾക്കണം. അതിനുള്ള ദയ കാണിക്കണം. നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി സ്ഥാപിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി പോവായിരിക്കും. എനിക്കങ്ങനെ അത്ര ബേജാറൊന്നുമില്ല. ഇന്ത്യ രാജ്യത്ത് RSSകാർ വന്നിട്ട് ഒരു വർഗീയ നീക്കം ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയുന്നത് അത്ഭുതം. ബാബരി പള്ളി പൊളിച്ച സ്ഥാനത്ത് അയോധ്യയിലെ ക്ഷേത്രം പണിഞ്ഞത് അത് ഇവർ അധികാരത്തിൽ വന്നുകൊണ്ടല്ലേ? പൗരത്വ നിയമം വന്നിട്ടുള്ളത് അവർ അധികാരത്തിൽ വന്നുകൊണ്ടല്ലേ? ഇവിടെ തലാഖ് നിരോധന നിയമം വന്നത് അവർ അധികാരത്തിൽ വന്നുകൊണ്ടല്ലേ? രാജ്യത്തിനകത്ത് ബുൾഡോസർ ഉപയോഗിച്ചിട്ട് മുസ്ലിങ്ങളുടെ വീടുകളും കടകളും തകർക്കുന്നത് അവർ അധികാരത്തിൽ വന്നുകൊണ്ടല്ലേ? 2014 മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടെ ഇടയ്ക്ക് പറയലെന്ന് അതെന്തൊരു ഏർപ്പാടാണ്. നിങ്ങൾ വ്യാജമായ ഒരു സംഗതി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവിടെ ഞാൻ ഓടുന്നത് പരിമിതമായ ഒരു സമയമല്ലേ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്? അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടി ബാന്ധവമുള്ള UDF വന്നാൽ കലാപം ഉണ്ടാവുന്നതാണ്. എന്നിട്ട് മോദി വന്നപ്പോഴല്ലേ ഉണ്ടായെന്ന് പറയാൻ ശ്രമിക്കുകയാണ്. മോദി വരുന്നതിന് മുമ്പാ പള്ളി പൊളിച്ചത്. മോദി വരുന്നതിന് മുമ്പ് കോൺഗ്രസ് ഇരിക്കുമ്പോഴാണ് പള്ളി പൊളിച്ചത്. അപ്പൊ RSSന് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു പല കലാപത്തിലും. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇൻവോൾവ്മെന്റ് ഉള്ള വല്ല സംഗതിയുടെ പറ. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇൻവോൾവ്മെന്റ് ഉള്ള വല്ല സംഗതിയുടെ പറ. അങ്ങനെയാണെങ്കിൽ മാറാടിന്റെ കണക്ഷൻ പൂർത്തിയാവും. ഞാൻ നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സുഹൃത്തെ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ക്ഷണിച്ചിട്ടാണ്. നിങ്ങളുടെ പ്രസംഗക്കാരല്ലേ വന്നിരിക്കുന്നത്. ഇത് ചോദ്യം ഇടക്കിടയ്ക്ക് സംസാരിക്കണമെങ്കിൽ ഞാൻ പോയേക്കാം. നിങ്ങൾ പ്രസംഗിച്ചാൽ മതിയല്ലോ. ഇല്ല, ഉത്തരം പറയണത് നിങ്ങൾ എന്നോട് ഇടക്കിടയ്ക്ക് ചോദ്യം ആവർത്തിക്കുന്നതിന്റെ കാര്യം എന്താ? നിങ്ങളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി അറിയാൻ അതിനിടയ്ക്ക് എന്നെ വായിക്കാൻ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം എന്താ? മര്യാദ കാണിക്കണം പത്രപ്രവർത്തകന്മാര്. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയാവില്ല. ഇവിടെ രാജ്യത്തിനകത്ത് ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് വാദിക്കുന്ന ഒരു പ്രസ്ഥാനം അധികാരത്തിൽ വന്നാൽ വിപത്തുണ്ടാവും. ആ പറയാൻ ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പറയും, നിങ്ങൾക്കത് പൊള്ളുന്നുണ്ടാവും. ഇവിടെ എന്താണ് BJP വന്നാൽ ഉണ്ടാക്കുന്ന അപകടം? ഒരു അപകടമില്ല നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾക്ക് ഇതിനെ സ്ഥാപിക്കാൻ താല്പര്യം ഉണ്ടാവും. BJP വന്നോട് മുസ്ലിങ്ങൾക്ക് ഒരു അപകടമില്ല. രാജ്യത്തെ മതനിരപക്ഷർക്ക് ഒരു അപകടമില്ല. നരേന്ദ്രമോദി വന്നതുകൊണ്ടല്ല കലാപം ഉണ്ടായത്. നല്ല കാര്യം. ഞങ്ങൾ പറയുന്നത് അവർ അധികാരത്തിൽ വന്നാൽ അത് ഈ രാജ്യത്തിനകത്ത് ഗുരുതരമായ വിപത്തുണ്ടാക്കും. കഴിഞ്ഞ 11 കൊല്ലമായിട്ട് കാണുകയാണ്. ആ വിപത്തുണ്ടാകുമ്പോൾ അതിനെ ചെറുക്കുന്ന പാർട്ടിയാ CPM. ചെറുക്കാൻ ഞങ്ങൾക്കാകാവുന്ന രൂപത്തിൽ. ഒന്നാമത്തെ കാര്യം എനിക്ക് ആ പോയിന്റ് മനസ്സിലായി. എനിക്ക് പോയിന്റ് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. ശരി, അപ്പൊ എനിക്ക് മനസ്സിലായി. താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ കാലം അത്രയും അധികാരം ഉണ്ടായില്ല. അല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ കാലം അത്രയും അധികാരം ഉണ്ടായില്ല. ഇപ്പോഴാണ് അധികാരം കിട്ടാൻ പോകുന്നതെങ്കിൽ അധികാരത്തിൽ വന്ന പ്രശ്നം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യം, അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഏതെങ്കിലും തരത്തിൽ കലാപത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസർ ഇല്ല എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല എന്നതിന്റെ അർത്ഥം. മറിച്ച് പോയിന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അധികാരത്തിൽ വന്നാലാണ് പ്രശ്നം നിങ്ങൾ പറയാം. അത് അധികാര രൂപമാകുമ്പോഴാണ് പ്രശ്നം നിങ്ങൾ പറയാം. അധികാര രൂപമാകുമ്പോഴാണ് പ്രശ്നം പറയാം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. അപ്പൊ എന്റെ ചോദ്യം ജമാഅത്തെ ശരി ഞാൻ ആ പോയിന്റിലേക്ക് വരാം. ഞാൻ ആ പോയിന്റിലേക്ക് തന്നെ വരാം. ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങളും തമ്മിൽ ബാന്ധവം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരുമായി തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള CPM നേതാക്കളുടെ ബൈറ്റ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പാലോളി മുഹമ്മദ് കുട്ടി ഞങ്ങൾ അവരുമായി ചേർന്ന് പോകുന്ന പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തു, അതിൽ UDFന് അസ്വസ്ഥതയാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞ ബൈറ്റ് ഇവിടെ ആർക്കൈവ്സിലുണ്ട്. വേണമെങ്കിൽ ഞാൻ എടുത്ത് പ്ലേ ചെയ്ത് തരാം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങളുടെ സർക്കാരുകളും ഉണ്ടായിരുന്നല്ലോ. അന്ന് കലാപങ്ങൾ എന്തേ ഉണ്ടാവാതിരുന്നത്? നിങ്ങൾ കാര്യങ്ങൾ ലഘൂകരിച്ച് കാണാൻ ശ്രമിക്കുകയാണ്. ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്ന് UDFന്റെ ഭാഗമാണ്. ഭാഗമായിട്ട് ഉത്തരവാദിത്തമുണ്ട്. അല്ലല്ലോ. എത്ര സീറ്റുകളിൽ UDF ജമാഅത്ത് ഇസ്ലാമി തമ്മിൽ മത്സരിച്ചു ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്? ഞങ്ങൾക്ക് ഇപ്പോ
അല്ല മാഷ ഞാൻ ചോദിക്കുന്നത് ഒന്നിൽ യു ഡി എഫ് മെമ്പർഷിപ്പ്, ഒന്നിൽ യു ഡി എഫ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ്, രണ്ടുമില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ ഞങ്ങള് സജീവമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണ്. ഞങ്ങളെ പരാജയപ്പെടുത്താൻ ഇത്തവണ ജമാഅത്ത് ഇസ്ലാം വഹിച്ച പങ്കെന്നാണെന്നുള്ളത് നേരിട്ട് അറിയാവുന്നവരല്ലേ ഞങ്ങള്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ? അതായത് സാങ്കേതിക മെമ്പർഷിപ്പ് ഇല്ലാതെ നിങ്ങളുടെ കൂടെ നിന്നിട്ടില്ലേ? വഹിച്ച പങ്ക് സാങ്കേതിക മെമ്പർഷിപ്പ് ഇല്ലാതെ നിങ്ങളുടെ കൂടെ നിന്നിട്ടില്ലേ? അറിയുന്നവരാണത്. അതറിയാം, പ്രസംഗിച്ചിട്ട് അറിയുന്നവരല്ലേ? അപ്പൊ സാങ്കേതിക മെമ്പർഷിപ്പ് ഇല്ലാതെ നിങ്ങളുടെ കൂടെ നിന്നിട്ടില്ലേ? ജമാഅത്ത് ഇസ്ലാമിയെ ഒരു സമയത്ത് കൂടെ കൂട്ടിയിട്ടില്ല. സാങ്കേതിക മെമ്പർഷിപ്പ് ഇല്ലാതെ നിങ്ങൾ കൂടെ കൂട്ടിയിട്ടില്ലേ? നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിച്ചിട്ടില്ലേ? തദ്ദേശ സ്ഥാപനം ഒരുമിച്ച് ഭരിച്ചിട്ടില്ലേ? തദ്ദേശ സ്ഥാപനം ഒരുമിച്ച് ഭരിച്ചിട്ടില്ലേ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. തദ്ദേശ സ്ഥാപനം ഒരിടത്തും ഇല്ല. നിങ്ങളെ ഞാൻ വിശദാംശങ്ങള തദ്ദേശ സ്ഥാപനം ഒരിടത്ത് ഭരിച്ചില്ല. ഓക്കെ, നെക്സ്റ്റ്. പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി, അതിൽ യു ഡി എഫിന് അസ്വസ്ഥതയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അല്ല, ഇതിൽ ആരുകൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് മുന്നണിയാണോ? ശരി, അല്ല അത് കിട്ടിയത് ക്രെഡിറ്റ് ആയിട്ട് എല്ലാ മുസ്ലിം മതവിഭാഗങ്ങളും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന ക്രെഡിറ്റോടെ പറഞ്ഞു.